ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ തന്നെ കാണണം കേട്ടോ. അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, നമ്മൾ അതിനായിട്ടൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മാസ്ക് ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ അത് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള മാസ്ക് എടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം. ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാസ്കിൻ്റെ 4 അരികെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണേ. ഇത് കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഇതേപോലെ ഒരു മാസ്കിന് 4 പീസാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഉണ്ടാകുന്ന വൈറ്റ് പീസും ഈ ബ്ലൂ പീസും ആട്ടോ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ മിഡിലിൽ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടാവും കേട്ടോ, അത് നമുക്ക് കളയാം കേട്ടോ. അപ്പം ഒരു മാസ്കിനെ 4 പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലും ചെറുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ വലുതാക്കിയിട്ടാട്ടോ എടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലുള്ള കുറച്ച് പീസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ എടുക്കുന്ന ബോട്ടിലുണ്ടല്ലോ, അതനുസരിച്ചാട്ടോ നമുക്ക് ഈ പീസ് വേണ്ടത്. അപ്പം ഞാനിതാ കുറച്ച് പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, നമ്മളിവിടെ കുറച്ച് പീസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ബോട്ടിലൊട്ടിച്ചെടുക്കണം. അപ്പോൾ ബോട്ടിലൊട്ടിച്ചെടുക്കുന്നത് ഇതേപോലെ ഇങ്ങനെ പീസായിട്ടല്ല കേട്ടോ. ഈ പീസിന് നമ്മളൊരു ചെറിയൊരു ഫ്ലവർ രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പീസ് എടുത്ത് അതിനെ കോണാക്കി ഒന്ന് മടക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് അതിനെ ഒന്നുകൂടി മടക്കുക. അതിനുശേഷം അടുത്ത മടക്കിൽ നമ്മൾ കുറച്ചൊരു ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് അപ്ലൈ ചെയ്താൽ മതിയേ. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. ഗ്ലൂ ഗൺ എടുക്കുമ്പോൾ കുറേ അങ്ങോട്ട് ആക്കിയാൽ മാസ്ക് അല്ലേ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചുളിയുന്നത് പോലെ വരും കേട്ടോ. അപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്താൽ മതിയേ. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ നമ്മളിപ്പോൾ ഓരോന്നുണ്ടാക്കിയിട്ട് ബോട്ടിലിങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ മാസ്കിനൊക്കെ ഒന്ന് ആ ചെറിയ ഫ്ലവർ ആക്കി എടുക്കാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒട്ടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ആ ലെയർ ഉണ്ടല്ലോ, അത് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാട്ടോ ഒട്ടിക്കുക. താഴെ ഭാഗത്തേക്കാക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ബാക്കിയൊക്കെ മുകളിലേക്കായിട്ട് വരുന്ന രീതിയിൽ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണേ. എന്നാൽ കണ്ടില്ലേ, അപ്പോൾ ഇതേപോലെ ആട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഇതേപോലെ ഗ്ലാസ് ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതിയെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇതേപോലെ തന്നെയാണ് കോണാക്കിയിട്ട് മടക്കിയിട്ട് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് കാണിക്കാം കേട്ടോ. ഇതേപോലെ കുറച്ച് അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ബോട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്ര ആണോ വേണ്ടത് അങ്ങനെ അതിനനുസരിച്ച് എടുത്താൽ മതിയേ. പിന്നെ ഒരു ബ്ലൂ പീസാണ് വെക്കുന്നതെങ്കിൽ അടുത്തത് വൈറ്റ് വെക്കുക, പിന്നെ അടുത്തത് ബ്ലൂ വെക്കുക, അടുത്തത് വൈറ്റ് വെക്കുക. അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ മാസ്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയം ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് എടുക്കാമെന്ന്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ടൈം ഇട്ട മാസ്ക് ഒന്നും എടുക്കരുതേ. ഇപ്പോൾ മാസ്ക് എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന ഒരു സാധനമാണല്ലോ. പിന്നെ അധികം പ്രൈസൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത മാസ്ക് വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഡയറക്റ്റായിട്ട് ബോട്ടിൽ ഒട്ടിക്കാതെ ആദ്യം ഇതേപോലെ ഒന്ന് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. അതിനുശേഷം ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ബോട്ടിലിൽ ഒട്ടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അങ്ങനെ ബോട്ടിൽ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കുറച്ച് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന ബോട്ടിലിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിവിടെ 2 രീതിയിലും ഒട്ടിച്ച് കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നമ്മൾ ആദ്യം ഫ്ലവേഴ്സ് അങ്ങനെ ഉണ്ടാക്കി വെക്കാതെ അത് അപ്പം തന്നെ ഉണ്ടാക്കി അങ്ങനെ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. രണ്ടാമത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതങ്ങനെ ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കുക കേട്ടോ.
അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ, നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതനുസരിച്ച് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഫസ്റ്റ് ഇതാ ഇങ്ങനെ കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ബോട്ടിൽ ഇതാ കുത്തനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ വരുന്നത്. താഴെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ആ ഒരു രീതിയിലാട്ടോ ഒട്ടിച്ചെടുക്കേണ്ടത്. ബാക്കിയെല്ലാം ഒട്ടിക്കേണ്ടത് മുകളിലേക്കായിട്ടാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിച്ച് കഴിയുമ്പം അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാണ് കേട്ടോ. പിന്നെ ഒരു ബ്ലൂ ആണെങ്കിൽ ഒരു വൈറ്റ് അങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു ലെയർ ബ്ലൂവും ഒരു ലെയർ വൈറ്റും അടുത്ത ലെയർ ബ്ലൂ അടുത്ത ലെയർ വൈറ്റ് അങ്ങനെ ആയിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടിയും ഒരു ഭംഗി ഇതാണെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മളിതാ ക്രിസ്മസ് ട്രീ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ബോട്ടിൽ അത്യാവശ്യം ലെങ്ത്തുള്ള ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്മസ് ട്രീ ആയിട്ട് കിട്ടും കേട്ടോ. ആ ലെങ്ത്തൊക്കെ ആയിട്ട് വരുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ തന്നെ കാണണം കേട്ടോ. പിന്നെ ഞാൻ ഒട്ടിക്കുന്നതൊക്കെ ഫാസ്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. ആദ്യത്തെ ലെയർ ഒട്ടിച്ച് കാണിച്ചതിന് ശേഷം ബാക്കിയൊക്കെ ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണിക്കുമ്പോഴേ ഒരുപാട് ലെങ്ത് ആയി പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടിക്കാനൊക്കെ അറിയുന്നല്ലേ. അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒട്ടിച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഒട്ടിക്കാനായിട്ട്. ഇനി അത് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയൊരു പണിയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. ആ ടോപ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് അധികം കട്ടിയില്ലാത്ത, നമുക്ക് വേണമെങ്കിൽ ബുക്കിൻ്റെ ചട്ട ഉണ്ടാവുമല്ലോ അതേപോലത്തെ അധികം കട്ടിയില്ലാത്ത പീസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കോണാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ചെറിയൊരു പീസ് മതിയേ. അപ്പം ഞാനിത് ആ മാസ്കിൻ്റെ ബോക്സ് തന്നെ ആട്ടോ എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട്, ചെറിയൊരു പീസ് മതി കേട്ടോ, ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എന്നിട്ട് ഇതാ ഫോൾഡാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത് കോണാക്കിയിട്ടാട്ടോ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അത് ആ ടോപ്പിൻ്റെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കോൺ രൂപത്തിൽ ചെറിയൊരു പീസ് മതി കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങോട്ട് ലെങ്ത്ത് വേണ്ട, ചെറിയൊരു പീസ് അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചാർട്ട് പേപ്പറിലാണെങ്കിലും ചെയ്യുന്നതെങ്കിലും ഒരു കോൺ ഷേപ്പിലല്ലേ നമ്മൾ ചെയ്യുക. അതേ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ മാസ്ക് ഒട്ടിച്ചെടുത്തില്ലേ, അതേപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഫുള്ള് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടല്ലോ, ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കളർ കൊടുക്കാം കേട്ടോ. ക്രിസ്മസ് തീമിൻ്റെ രീതിയിൽ ഗ്രീൻ കളർ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് കളർ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ്, അതേപോലെ തെർമോക്കോൾ ബോൾസ് അതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ ഗ്രീന് അങ്ങനത്തെ കളറൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രീന് റെഡ് അങ്ങനത്തെ ഒക്കെ ഒരു കളറിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം കുറച്ച് തെർമോക്കോൾസ് ബോൾസും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് സ്റ്റാർസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ കയ്യിൽ ബോൾസ് ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റിക്കർ ടൈപ്പുള്ള സ്റ്റാർസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാർ അല്ലാതെ ഗിൽറ്റർ ഫോം ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്തതും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു കാർഡ്ബോർഡ് പീസിൽ സ്റ്റാർ വരച്ചിട്ട് കളർ കൊടുത്താൽ മതി കേട്ടോ. റെഡോ ഗ്രീനോ അതിലേത് കളറെങ്കിലും കൊടുത്താൽ മതി. അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ ഗിൽറ്റർ പൗഡർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ പൗഡർ വിതറി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, ഞാനിത് എൻ്റെ കയ്യിലുള്ള കുറച്ച് തെർമോക്കോൾ ബോൾസ്, സ്റ്റാർസ്, അതേപോലെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ വെക്കാനായിട്ട് ഗിൽറ്റർ ഫോം ഷീറ്റിൽ നിന്ന് ഒരു സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ കളർ. അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം LED ബൾബും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
അതും കൂടി വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. ആ ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മാസ്ക് വെച്ചിട്ട് ചെയ്താന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്കൊരു കാർഡ്ബോർഡ് പീസിൽ ചെയ്യുമ്പോൾ ഇത്ര ഒരു ലെങ്ത്തിൽ വരില്ലല്ലോ, അത് ബോട്ടിലായതുകൊണ്ട് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലെങ്ത്തുള്ളൊരു ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷമുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.